ഈ ഗ്രാമത്തിലെ വീടുകളിലുള്ള ആർക്കും കക്കൂസില്ല, അവർക്ക് വീട് വെച്ച് നൽകിയിട്ടില്ല. എന്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങളൊരു പക്ഷേ BJP ആയിരിക്കും, LDF ആയിരിക്കും, UDF ആയിരിക്കും. ദയവ് ചെയ്തിട്ട് ഈ വീഡിയോ ഫുള്ളായി കാണണം. ആരാണ് നരേന്ദ്രമോദി? നരേന്ദ്രമോദി ഭരിക്കുന്ന BJP സർക്കാർ ഭരിക്കുന്ന ബീഹാറിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടാൽ ഞെട്ടും. അവിടുത്തെ നമ്മളെ വീട്ടിലുള്ള അമ്മമാരെ പോലെ അവിടുത്തെ അമ്മമാരും പെങ്ങന്മാരും കരഞ്ഞുകൊണ്ട് പറയുകയാണ്. അതായത് അവർ പറയുന്നത് വീട് വേണമെന്നല്ല, ഒരു ബാത്റൂം പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. അവർ കരഞ്ഞുകൊണ്ട് പറയുന്ന ആ വീഡിയോ ഞാൻ വെച്ച് തരാം, നിങ്ങൾ ഓരോരുത്തരും കാണണം. അതിനുശേഷം പൊന്നമ്മമാരെ, ഈ പെൺകുട്ടി നരേന്ദ്രമോദി ചെയ്യുന്ന ദുർബലമായ ഭരണത്തെക്കുറിച്ചിട്ട് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഈ പെൺകുട്ടിയെ ചിലർ കൊല്ലാനടക്കം അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പെൺകുട്ടിയെ ഒറ്റയ്ക്ക് കെട്ടിക്കഴിഞ്ഞാൽ കൊല്ലുമെന്നാണ്, ഭീഷണിയാണ്, ഈ പെൺകുട്ടിക്ക് കേസെടുക്കണമെന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് ഈ പെൺകുട്ടി പറഞ്ഞത് അതും ഞാൻ വെച്ച് തരാം, നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം പൊന്നു മനുഷ്യന്മാരെ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നരേന്ദ്രമോദി ഒരു ബില്ല്, അതായത് വനിതാ സംവരണ ബില്ല് എന്ന് പറഞ്ഞിട്ട് ആ ബില്ല് നരേന്ദ്രമോദി പാർലമെന്റിൽ അവതരിപ്പിക്കുകയാണ്. ഒരൊറ്റ കാര്യം പറയാം, നരേന്ദ്രമോദിക്കറിയും എന്തായാലും ഞങ്ങൾ തോക്കും. ഇതിന്റെ ഉദ്ദേശമെന്ന് പറയുന്നത് പൊന്നമ്മമാരെ, അതായത് BJPക്ക് സീറ്റ് നേടണം, അതായത് BJPക്ക് 2029 അധികാരത്തിൽ വരണം. ഒരു എക്സാമ്പിൾ പറയാം, BJP ശക്തി കേന്ദ്രങ്ങളിൽ 4 MP വരും. അതായത് മഞ്ചേശ്വരത്ത് ഇപ്പോൾ ഒരു MLA ആണുള്ളത്, നേരെ മറിച്ചിട്ട് അവിടെ 3 MP വരും. BJPക്ക് കഴിഞ്ഞ ഇലക്ഷനിൽ 1 ലക്ഷം ഭൂരിപക്ഷത്തിൽ BJP ജയിച്ച മണ്ഡലമുണ്ടെങ്കിൽ ലോകസഭയിൽ അവിടെ 3 MP വരും. അതുകൊണ്ട് എവിടെയൊക്കെയാണോ BJP ശക്തി കേന്ദ്രങ്ങളുള്ളത് അവിടെ കൂടുതൽ MP ഇറക്കാനാണ് നരേന്ദ്രമോദിയുടെ പദ്ധതി. അല്ലാതെ സ്ത്രീകളോടുള്ള സ്നേഹമല്ല എൻ്റെ പൊന്നമ്മമാരെ. അതുകൊണ്ട് മോദിക്കറിയും പ്രതിപക്ഷം രാഹുൽ ഗാന്ധി ഒരിക്കലും ഇതിന് സപ്പോർട്ട് കൊടുക്കൂല. പിന്നെ എന്തിന് വോട്ടെടുപ്പ് നടത്തി? അതായത് നരേന്ദ്രമോദിക്ക് നിലവിൽ ഇങ്ങനെ പ്രചാരണത്തിൽ ഇറങ്ങാം, അതായത് കോൺഗ്രസും ഈ പറയുന്ന രാഹുൽ ഗാന്ധിയും സ്ത്രീകളെ അപമാനിക്കുന്നു, സ്ത്രീകൾക്ക് സുരക്ഷയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകളെ ദ്രോഹിക്കുന്നവരാണ് രാഹുൽ ഗാന്ധി എന്നൊക്കെ പറഞ്ഞിട്ട് ഉഡായിപ്പ് കാണിച്ചിട്ട് പ്രചാരണം നടത്താമെന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. ആ ഒരു സത്യം നിങ്ങൾ ഓരോരുത്തരും അറിയണം എൻ്റെ പൊന്നമ്മമാരെ. അതിനെക്കുറിച്ചിട്ട് നരേന്ദ്രമോദി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കാദ്യം നരേന്ദ്രമോദി പറയുന്നത് കേട്ടുകൊണ്ട്, ഹിന്ദിയിലാണ് പറയുന്നത്, അത് ഞാൻ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിനുള്ള മറുപടി കൊടുക്കാം. ഓക്കെ. कांग्रेस और उसके सहयोगियों ने सदन में पूरे देश के सामने भ्रूण हत्या कर दी है. ഇവിടെ നരേന്ദ്രമോദി പറയുന്നത് കോൺഗ്രസ് നമ്മുടെ ദേശത്തിനെ തന്നെ, ഇന്ത്യയെ തന്നെ ഇല്ലാതാക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. പൊന്നു നരേന്ദ്രമോദി, കാഞ്ഞ ബുദ്ധിയാണ് നിങ്ങളത്. ഒരു രാഷ്ട്രീയപരമായിട്ട് നല്ല ബുദ്ധി നമുക്ക് പറയാൻ പറ്റും. അതായത് ഉറപ്പായിട്ടും പാസ്സാവില്ല എന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ എന്തിന് വോട്ടെടുപ്പ് നടത്തി? അതായത് ഇന്ത്യ മൊത്തത്തിൽ ഇനി പ്രചാരണത്തിൽ ഇറങ്ങാം, ഈ പറയുന്ന രാഹുൽ ഗാന്ധി അങ്ങനെയുള്ളവനാണ്, സ്ത്രീകളെ സംരക്ഷിക്കാത്തവനാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൻ്റെ ഉദ്ദേശം ഒന്ന് തമിഴ്നാട് ഇലക്ഷനാണ്. ഓക്കെ, ഹരിയാനയിൽ ഇലക്ഷൻ വരുന്നുണ്ട്, ആ ഇലക്ഷനിന് വേണ്ടി കളിക്കുന്ന നാടകമാണ്. ഓക്കെ, ബാക്കിയും കൂടി കേട്ടു നോക്കാം. भ्रूण हत्या कर दी है ये कांग्रेस, TMC, समाजवादी पार्टी, DMK जैसे दल इस भ्रूण हत्या के गुनहगार हैं. ये देश के संविधान के अपराधी हैं, ये देश की नारी शक्ति के अपराधी हैं. എന്തൊക്കെയാ നരേന്ദ്രമോദി പറയുന്നത്? ഇന്ത്യയുടെ ശക്തിയെ തന്നെ രാഹുൽ ഗാന്ധിയും ഈ പറയുന്ന DMK ഒക്കെ ഇല്ലാതാക്കിയെന്നാണ്. ഇതാണോ ശക്തി? നിങ്ങൾ വികസിപ്പിച്ചിട്ടാണ് പൊന്നു നരേന്ദ്രമോദിയെ വോട്ട് പിടിക്കേണ്ടത്, അല്ലാതെ ഉഡായിപ്പ് കാണിച്ചിട്ടല്ല എന്ന് ധൈര്യത്തോടെ നരേന്ദ്രമോദിയോട് പറയുകയാണ്. പൊന്നു മനുഷ്യന്മാരെ, ഇങ്ങനെയുള്ള കോണ്ടന്റ് ആരും ചെയ്യാനില്ല, കാരണം ഭീഷണിയാണ്. അതുകൊണ്ട് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. നരേന്ദ്രമോദി നമ്മളെ പറ്റിക്കുന്ന 2014 പറഞ്ഞ, അതായത് ഞാൻ അധികാരത്തിൽ വന്നാൽ ഇങ്ങനെ ചെയ്യും, അതിനുശേഷം 2016 23 26 മാറ്റിയിട്ട് നരേന്ദ്രമോദി പറഞ്ഞിട്ട് നടക്കാത്ത കാര്യം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഓക്കെ, നരേന്ദ്രമോദി തന്നെ പറയുന്ന തെളിവുണ്ട്, നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. 60 महीने दीजिए, 60 महीने मैं आपको सुख चैन की जिंदगी दूंगा, ये वादा करने आया हूं. ഓക്കെ, 2014 പറഞ്ഞത് 60 മാസം എനിക്കൊന്ന് സമയം തരൂ, ഞാൻ നിങ്ങൾ പറയും നല്ലൊരു ജിന്ദഗി, അതായത് നല്ലൊരു ഭരണം ഞാൻ കൊണ്ടുവരാം, മനുഷ്യർക്ക് ജീവിക്കുന്നത് പോലെ ഞാൻ ആക്കാമെന്ന് പറഞ്ഞിട്ടാണ് നരേന്ദ്രമോദി അന്ന് പറഞ്ഞത്. നേരെ മറിച്ചിട്ട് 2016 എന്താണ് പറഞ്ഞത്? बहनों, मैंने सिर्फ देश से 50 दिन मांगे हैं, 50 दिन. 30 दिसंबर तक मुझे मौका दीजिए मेरे भाइयों बहनों. अगर 30 दिसंबर के बाद कोई मेरी कमी रह जाए
कोई मेरी गलती निकल जाए, कोई मेरा गलत इरादा निकल जाए, आप जिस चौराहे में मुझे खड़ा करेंगे, मैं खड़ा होकर के देश जो सजा करेगा वो सजा भुगतने के लिए तैयार हूं। ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചോ, 2014 പറഞ്ഞത് 60 മാസം എനിക്ക് സമയം വേണമെന്നാണ്. അപ്പോൾ നേരെ മറിച്ചിട്ട് 60 മാസം കഴിഞ്ഞപ്പോൾ സംഭവം നടന്നിട്ടില്ല. അപ്പോൾ പറയുകയാണ് 50 ദിവസം എനിക്കൊന്ന് തന്നു നോക്കുന്നു. ഓക്കെ, നമുക്ക് 50 ദിവസം കൊടുക്കാം. അതിനുശേഷം അത് മുങ്ങി. ആ പറഞ്ഞത് 2023 വീണ്ടും അതിനെ കുറിച്ചിട്ട് പറയുകയാണ്. നമുക്കൊന്ന് കേട്ട് നോക്കാം. भाइयों बहनों, मुझ पर 5 साल भरोसा करो, ज्यादा नहीं कह रहा हूं, 5 साल भरोसा करो। इन्होंने जितना लूटा है ना, मैं आपके चरणों में ला करके रख दूंगा. ഇപ്പൊ പറയുന്നത് 5 വർഷം വേണം. 2023 പറയുകയാണ് 5 വർഷം വേണമെന്ന്. അതിനുശേഷം 2026 നേരെ എന്താണ് പറയുന്നത്, അത് ജസ്റ്റ് കേട്ട് നോക്കാം. लक्ष्य 2047 विकसित, लक्ष्य 2047 विकसित. എന്തൊക്കെയാണല്ലേ, അതായത് 2026 പറയുകയാണ് 2047 വരെ സമയം വേണമെന്ന്. ഇതാണ് നമ്മളെ ഭരിക്കുന്ന പ്രധാനമന്ത്രി, ഇങ്ങനെയാണോ വേണ്ടത്? സത്യം പറഞ്ഞാൽ പൊന്നു നരേന്ദ്രമോദിയോട് ഒരു കാര്യം പറയുകയാണ്. അതായത് അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ ഒക്കെ യുദ്ധം നടന്നിട്ട് ഇവിടെ ഗ്യാസ് കിട്ടുന്നില്ല. ഇതിനെ കുറിച്ചിട്ടൊക്കെയല്ലേ നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത്? ലോകം വലിയൊരു യുദ്ധത്തിലാണ്. അതിനെക്കുറിച്ചിട്ടല്ലേ നമ്മുടെ വലിയൊരു മഹാരാജ്യമായ ഇന്ത്യ ഒക്കെ ഇടപെട്ടിട്ട് ആ യുദ്ധമൊക്കെ നിർത്തിച്ചിട്ട് എങ്ങനെയാണ് സാധാരണക്കാരൻ മെച്ചപ്പെടുന്നത്, എങ്ങനെയാണ് പണിയില്ലാത്തവർക്ക് ജോലി കൊടുക്കുക, അതായത് ജോലി ഇല്ലാത്തവർക്ക് നല്ലൊരു ജോലി കൊടുക്കും, ഇതിനെക്കുറിച്ചിട്ടല്ലേ ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ ഉഡായിപ്പ് ബില്ലുമായിട്ട് വരുന്നത് ശരിയാണോ നരേന്ദ്രമോദി? ഓക്കെ, നമുക്ക് ബിഹാറികൾ, നല്ലവരായ ബിഹാറികൾ കരയുന്ന ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണണം. ഓക്കെ, ഈ ഗ്രാമത്തിലെ വീടുകളിലുള്ള ആർക്കും കക്കൂസില്ല. അവർക്ക് വീട് വെച്ച് നൽകിയിട്ടില്ല, വെള്ളമില്ല, സൗകര്യമില്ല. എന്തൊരവസ്ഥയാണിത്? കഴിഞ്ഞ 11 വർഷമായിട്ട് ആളുകൾക്ക് ശൗചാലയം കൊടുക്കുന്നതെന്ന് പറയുന്ന പ്രധാനമന്ത്രി നമുക്കുണ്ട്. വികസനമാണ് ബീഹാർ ആകെ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും അതിന്റെ പാർട്ടിയും ഇവിടെയുണ്ട്. നോക്കു പത്താതെ ഇതുവഴി നടക്കാൻ കഴിയില്ല. ദിഖാവോ ആജാ. ഇവരുടെ അതായത് 2025 നമ്മുടെ ബീഹാറിലെ ചാന്ദിനി ദേവി എന്ന നമ്മുടെ സഹോദരി എവിടെയാണ് കക്കൂസിൽ പോകുന്നത് എന്നുള്ളത് അവർ തന്നെ നമ്മുടെ കൂടെ വന്ന് കാണിച്ചു തരികയാണ്. കഴിഞ്ഞ 11 വർഷമായിട്ട് ആളുകൾക്ക് ശൗചാലയം കൊടുക്കുന്നതെന്ന് പറയുന്ന പ്രധാനമന്ത്രി നമുക്കുണ്ട്. വികസനമാണ് ബീഹാർ ആകെ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും അതിന്റെ പാർട്ടിയും ഇവിടെയുണ്ട്. നോക്കു പത്താതെ ഇതുവഴി നടക്കാൻ കഴിയില്ല. ചാദേജി ഇതറിയേ സുബഹ കിतना बजे? 3 बजे 4 बजे आते हैं, आदमी जाते हैं. आदमी आवाजमन है तो देखेगा तो लाज औरत जात के लगेगी कि ना, बेटी बहू के लाज लगेगा ना जी. പുലർച്ചയ്ക്ക് 3 മണിക്കും 4 മണിക്കും എണീറ്റ് കക്കൂസിൽ പോകാൻ പ്രത്യേകിച്ച് സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് പുലർച്ചയ്ക്ക് 4 മണിക്കോ അല്ലെങ്കിൽ 3 മണിക്കോ എണീറ്റ് जा रहे हैं रोड पर, देखिए शौचालय इनके यहाँ है. ശൗചാലയം നെയ്യേ നെയ്യേ चलिए अपना सरकार घूस खाता है, ले जाता है, पास कर देता है झूठो मूठो. कन्ने कुछ दिया था सरकार, कुछ नहीं दिए थे. ഈ ഒരു ദുരന്തവും ദുരിതവും ആലോചിച്ച് നോക്കെ. പുലർച്ചയ്ക്ക് 3 മണിക്കും 4 മണിക്കും എണീച്ചിട്ട് നമ്മുടെ കുഞ്ഞു മക്കൾക്കും ഈ അമ്മമാർക്കും ഒക്കെ ഈ വഴിയിൽ വന്നിരിക്കേണ്ട ഒരവസ്ഥ. വെളിച്ചം വന്നു കഴിഞ്ഞാലേ ആളുകൾ ഈ വഴി കൂടെ നടക്കും. ആ സമയത്ത് പോവാൻ പറ്റൂല. आपका घर में शौचालय है? कहाँ शौचालय रहते तो रोड पर गंदगी रहते हैं. तेजस्वी सरकार बने. ऐसे हाँ, तेजस्वी सरकार जाने के बाद वो पूरा हाँ, गरीबी दूर हो जाएगा. എന്താണ് മിസ്റ്റർ നരേന്ദ്രമോദി, നിങ്ങൾ കേരളത്തിൽ വന്നിട്ട് മിഞ്ഞാന്നൊരു പ്രസംഗം നടത്തി, കേരള ഗ്യാരണ്ടി എന്നൊക്കെ. എന്ത് ഗ്യാരണ്ടിയാണ് നിങ്ങൾ? മോദി ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ഗ്യാരണ്ടിയാണ്? നിങ്ങൾ കാലാകാലമായി ഭരിക്കുന്ന ബീഹാറിന്റെ അവസ്ഥ ഇതൊക്കെ കാണുന്നില്ലേ? അവർക്ക് പാവങ്ങൾക്ക് വീട് വേണ്ട, ഒന്നും വേണ്ട, ഒരു ബാത്റൂം. എന്തിന് എല്ലാ വീട്ടുകാർക്കും ഒരു ബാത്റൂം കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല പൊന്നു നരേന്ദ്രമോദി. ആ ഗ്രാമത്തിനെങ്കിലും ഒരു 4 ബാത്റൂമെങ്കിലും, ഒരു 1000 പേർക്ക് ഒരു 3 ബാത്റൂമെങ്കിലും ഉണ്ടാക്കി കൊടുത്തൂടെ? ആ പാവങ്ങൾ, നമ്മളെ വീട്ടിലെ അമ്മമാർ, നമ്മളെ വീട്ടിലെ പെങ്ങന്മാർ, നമുക്ക് ഇതിനെക്കുറിച്ചിട്ടൊന്നും അറിയുന്നില്ല. കാരണം എനിക്ക് ഈ വണ്ടിയുണ്ട്, നമുക്ക് മറ്റേ ബാത്റൂം ഉണ്ട്, നല്ല ഫാൻ ഉണ്ട്, AC ഉണ്ട്, എല്ലാം ഉണ്ട്. പാവങ്ങളില്ലേ, അവരൊക്കെ സംരക്ഷിക്കേണ്ടേ? പൊന്നമ്മമാർ ഇതിനൊക്കെ റിയാക്ട് ചെയ്യുന്നത് ഈ വീഡിയോ കണ്ടിട്ടെങ്കിൽ, വീഡിയോ കാണുന്നവർക്കൊക്കെ കാണുന്നുണ്ട്, കൊള്ളേണ്ടവർക്കൊക്കെ കൊള്ളുന്നുണ്ട്. വലിയ വലിയ ഓഫീസിലൊക്കെ നമ്മളൊക്കെ ഇങ്ങനെയുള്ള വീഡിയോ കാണലുണ്ട്. ഇത് കണ്ടിട്ടെങ്കിലും ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പൊന്നു മനുഷ്യന്മാരെ. ഈ കേരളത്തിൽ BJP സർക്കാർ വന്നാൽ എന്താവും അവസ്ഥ? പേടില്ലാതെ ഞാൻ പറയും, എന്താവും അവസ്ഥ? BJP കാലാകാലമായിട്ട് ഭരിക്കുന്ന BJP ഭരിക്കുന്ന സംസ്ഥാനത്തിന്റെ അവസ്ഥ അങ്ങനെയാണെങ്കിൽ കേന്ദ്രം BJPയുടെ കയ്യിലല്ലേ ഉള്ളത്. അപ്പോൾ നരേന്ദ്രമോദി വിചാരിച്ചാൽ 3 ബാത്റൂം ഉണ്ടാക്കാൻ എത്ര പൈസ? 25,000 റുപ്യ ഉണ്ടെങ്കിലും 4-5 ബാത്റൂം ഉണ്ടാക്കിക്കൂടെ? സ്ഥലമൊക്കെ അവരുടെ ഉണ്ട്, ഒരു ബാത്റൂം കെട്ടിക്കൊടുക്കാൻ ആളില്ല.
സത്യം പറഞ്ഞാൽ വളരെ വളരെ മോശം. പൊന്നു നരേന്ദ്രമോദി സർക്കാരിനോട് ഒരൊറ്റ കാര്യം പറയുകയാണ്, ഇലക്ഷനിൻ്റെ പേര് പറഞ്ഞിട്ട് നമ്മൾ കോടാനുകോടിയാണ്, ആയിരക്കണക്കിന് കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. വെറുതെ മന്ത്രിമാരൊക്കെ കാറിൽ യാത്ര ചെയ്യാനും വെറുതെ ഫ്ലക്സ് ഒട്ടിക്കാനും ഒക്കെ എത്രയോ കോടിയാണ് നിങ്ങൾ ചെലവഴിക്കുന്നത്. ആ കോടി നിങ്ങൾ ചെലവഴിക്കേണ്ട ഞാൻ പറയുന്നില്ല, അതിൽ നിന്ന് ചെറിയൊരു അംശം ഒരു 25,000 രൂപ മാറ്റി വെച്ചിട്ട് ഒരു 3 ബാത്റൂം കെട്ടി കൊടുത്തൂടെ പൊന്നു നരേന്ദ്രമോദി സർക്കാരെ. ഓക്കെ, ഒരു പെൺകുട്ടി നരേന്ദ്രമോദിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്, വിവാദമാണ്. നമുക്കത് കേട്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ജനങ്ങൾക്ക് സ്വന്തമായ കോടിക്കണക്കിന് രൂപ ഇരിക്കുന്ന PM KS ഫണ്ട് ജനങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ആക്കാൻ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറല്ല. അതിന്റെ വരവ് ചെലവ് കണക്കുകൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ അവർക്ക് താല്പര്യമില്ല. നമ്മളൊരു ചെറിയ വീട് വെച്ചാലോ ഒരു പഴയ വണ്ടി വിറ്റാലോ എന്തിന് ബാങ്കിൽ 1 ലക്ഷം രൂപയിൽ കൂടുതൽ നിക്ഷേപിച്ചാലോ സർക്കാർ ചോദിക്കും. ഇൻകം ടാക്സും GSTയും ഇല്ലാത്ത ഒരു ലോകം നമുക്ക് ഇന്ന് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. എന്നാൽ രാജ്യത്ത് പ്രധാനമന്ത്രിയും മറ്റ് 3 മുതിർന്ന കേന്ദ്രമന്ത്രിമാരും ചേർന്ന് നടത്തുന്ന 10,000-കണക്കിന് കോടി രൂപ പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത ഒരു ഫണ്ടിന്റെ കണക്ക് ചോദിച്ചാൽ അതറിയാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് സർക്കാർ കോടതിയിൽ പറയും. അതാണ് PM KS എന്ന നിഗൂഢത. ഇത് സർക്കാർ ബജറ്റിൽ നിന്നുള്ള പണമല്ല, മറിച്ച് നിങ്ങളെയും എന്നെയും പോലുള്ള സാധാരണക്കാരും വലിയ കമ്പനികളും ഒക്കെ നൽകുന്ന സ്വമേധയായുള്ള സംഭാവനകളാണ്, അതായത് വോളണ്ടറി കോൺട്രിബ്യൂഷൻ. ഇനിയും ഈ ഫണ്ടിന്റെ വളർച്ച എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. 2020 മാർച്ച് 27 രജിസ്റ്റർ ചെയ്ത് വെറും 4 ദിവസത്തിനുള്ളിൽ ഇതിലേക്ക് എത്തിയത് 3075 കോടി രൂപയാണ്. 2020-21 കോവിഡ് കാലത്ത് ജനങ്ങൾ നൽകിയത് 7183 കോടി രൂപയാണ്. ഇതിൽ നിന്ന് 1300 കോടി രൂപ വെന്റിലേറ്ററുകൾക്കും 1400 കോടി രൂപ വാക്സിനും ചെലവാക്കി. 2021-22 വീണ്ടും 1900 കോടി രൂപ ലഭിച്ചു. 1700 കോടി ഓക്സിജൻ പ്ലാന്റുകൾക്കായി ഇതിൽ നിന്ന് വിനിയോഗിച്ചു. 2022-23 കാലഘട്ടത്തിൽ ഏകദേശം 900 കോടിയിലധികം രൂപ വീണ്ടും എത്തി. ഇതിൽ 346 കോടി കുട്ടികൾക്കായുള്ള പദ്ധതികൾക്ക് വേണ്ടി മാറ്റിവെച്ചു. 2023 മാർച്ചിലെ കണക്ക് പ്രകാരം എല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 6300ഓളം കോടി രൂപ ആർക്കും ഉപയോഗിക്കാതെ ഫണ്ടിൽ കെട്ടിക്കിടപ്പുണ്ട്. എന്നാൽ ഇവിടെ മുതലാണ് കേന്ദ്ര സർക്കാർ PM KS ജനങ്ങൾ അറിയേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. 2023 ശേഷം ഇതിന്റെ കൃത്യമായ കണക്കുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്താൻ നമ്മുടെ സർക്കാർ തയ്യാറായിട്ടില്ല. വെബ്സൈറ്റിൽ പറയുന്നത് ഇതൊരു പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആണെന്നാണ്. എന്നാൽ RTI വഴി വിവരങ്ങൾ ചോദിച്ചപ്പോൾ സർക്കാർ പറഞ്ഞത് ഈ ഫണ്ട് ഭരണഘടനയുടെ 12ാം അനുച്ഛേദം അനുസരിച്ചുള്ള ഒരു സ്റ്റേറ്റ് അല്ലെന്നും അതിനാൽ വിവരാവകാശ നിയമം ഇതിന് ബാധകമല്ലെന്നുമാണ് സർക്കാരിന്റെ വാദം. ഇതിലേക്ക് പണം നൽകുന്നത് ആരാണെന്നോ അത് ആർക്കൊക്കെ കരാർ നൽകി എന്നോ ചോദിക്കാൻ പൗരന്മാർക്ക് അവകാശമില്ല. ഇനി സർക്കാർ ഫണ്ടുകൾ പരിശോധിക്കുന്ന CAGക്ക് ഇതിൽ പ്രവേശനവുമില്ല. പകരം ചില സ്വകാര്യ ഓഡിറ്റർമാർ നൽകുന്ന റിപ്പോർട്ടുകൾ മാത്രം നമ്മൾ വിശ്വസിക്കണം. ഇതൊരു സ്വകാര്യ ട്രസ്റ്റ് ആയതുകൊണ്ട് പാർലമെന്റിൽ ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ലെന്നും സർക്കാർ പറയുന്നു. RTI പരിധിക്ക് പുറത്തു നിൽക്കുമ്പോൾ വിവരാവകാശ നിയമപ്രകാരം ചോദ്യങ്ങൾ ചോദിക്കാൻ പൗരന്മാർക്ക് ഈ കാര്യത്തിൽ അവകാശമില്ല. ഓർക്കണം, സ്വകാര്യ ട്രസ്റ്റ് എന്ന് സർക്കാർ വാദിക്കുമ്പോഴും ഇതിന്റെ തലപ്പത്തിരിക്കുന്നത് ചെയർമാനായിട്ട് പ്രധാനമന്ത്രിയാണ്. ട്രസ്റ്റികളായിട്ട് വരുന്നത് ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ധനകാര്യമന്ത്രിയും ഒക്കെയാണ്. രാജ്യത്ത് ഏറ്റവും ശക്തരായ 4 വ്യക്തികൾ ഭരിക്കുകയും സർക്കാരിന്റെ ചിഹ്നങ്ങളും വെബ്സൈറ്റും ഉപയോഗിച്ച് സംഭാവന സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം എങ്ങനെയാണ് സ്വകാര്യം എന്ന് വിളിക്കപ്പെടുന്നത്? പൗരന്മാരുടെ സ്വകാര്യത ഇല്ലാതാക്കി എല്ലാ കണക്കും ചോദിക്കുന്ന സർക്കാർ സ്വന്തം കയ്യിലുള്ള ജനങ്ങളുടെ പണത്തിന് പ്രൈവസി അവകാശപ്പെടുന്നത് എന്ത് മര്യാദക്കേടാണ്? നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ വളരെ ലളിതമാണ്. പൊതുജനങ്ങളിൽ നിന്ന് പണം സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ട്രസ്റ്റിന് എങ്ങനെയാണ് പൊതുജനങ്ങൾക്ക് കണക്ക് നൽകുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുന്നത്? ആയിരക്കണക്കിന് കോടി രൂപ ഇപ്പോഴും ബാക്കി നിൽക്കുമ്പോൾ സാധാരണക്കാരന്റെ നികുതി പണം വീണ്ടും ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി എന്തിനുപയോഗിക്കുന്നു? ഉത്തരവാദിത്തം പൗരന്മാർക്ക് മാത്രം നിർബന്ധവും അധികാരമുള്ളവർക്ക് ഓപ്ഷണലുമാകുന്നത് എന്തുതരം ജനാധിപത്യമാണ്? ഓക്കെ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരെ കൊല്ലണമെന്നാണ് ചിലർ കമന്റ് ഇടുന്നത്. പൊന്നും മനുഷ്യന്മാരെ, നിങ്ങൾ മനുഷ്യനായിട്ട് ചിന്തിക്കൂ. പാർട്ടിയൊക്കെ നമുക്ക് വേണ്ട, ഏത് പാർട്ടിയുമാവട്ടെ, ഒന്ന് ഇത്തിരി മനുഷ്യനായിട്ട് ചിന്തിച്ചൂടെ? അതായത് നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ. അപ്പോൾ നമുക്ക് ഇപ്പോൾ BJP ഭരിച്ചാലും ആര് ഭരിച്ചാലും, ഞാൻ നാളെ രാഹുൽ ഗാന്ധി ഭരിച്ചാൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും പൊന്നു മനുഷ്യന്മാരെ. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ഇവിടെ വരാം. ഓക്കെ, ബൈ.